നമ്മൾ കോഴിക്കോടിന്റെ കാര്യം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ഇടവേളയിലേക്ക് കടന്നത്. നമ്മുടെ എക്സ്പേർട്ട് പാനലിന് കോഴിക്കോടിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാനുണ്ട്. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ, എളമരം കരീം കോഴിക്കോട് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും സാധാരണ നിലയിലുള്ളതാണ്. ഒന്ന്, CPM-ന് വലിയ സംഘടനാ അടിത്തറ, CPM-ന്റെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ് എളമരം കരീം, അങ്ങനെ ട്രേഡ് യൂണിയൻ നേതാവാണ്, തൊഴിലാളികൾക്കിടയിൽ എത്രയോ വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള എളമരം കരീമിനും കോഴിക്കോട് പോലത്തെ ഒരു മണ്ഡലം വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് ഒരു മുസ്ലിം ഭൂരിപക്ഷ നിയോജകമണ്ഡലമൊന്നുമല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35% മുസ്ലിമുള്ളത് അവിടെ. പക്ഷേ വേറെ വലിയൊരു വിഷയം ഇപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിലുണ്ടായിട്ടുണ്ട്. CPM ഒരു വലിയൊരു ശ്രമം നടത്തുന്നുണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലീഗിൽ നിന്ന്. അതിൻ്റെ ഫലമായിട്ട് അവർ നമ്മുടെ യൂണിഫോം സിവിൽ കോഡിൻ്റെ വലിയ റാലി നടത്തി. അതിനുശേഷം അവർ വലിയ റാലി പാലസ്തീൻ്റെ നടത്തി. അതിനുശേഷം അവർ CAA നടത്തി. വലിയ റാലികളാണ്. ഈ റാലികളിലൊക്കെ ഞാൻ പങ്കെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പങ്കെടുത്തതിൽ നിന്ന് നമ്മൾ കാണുന്നത് വെച്ചാൽ അതൊരു ടെസ്റ്റ് ഡോസാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള സംഘടന, അതായത് നമ്മുടെ സമസ്ത അടക്കം, സമസ്തയെ സമസ്തയെ പിളർക്കാൻ പറ്റില്ല, അതിൽ നിന്നൊരു വിഭാഗത്തിന് നടത്തിയെടുക്കാനായിട്ടുള്ള ശ്രമം, ഈ ശ്രമങ്ങളൊക്കെ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ തവണത്തെ നാളെ കാണാൻ നമുക്ക്. കാരണം നമ്മൾ വിട്ടേക്ക് അതിശക്തരെ തോൽപ്പിച്ചു. അത് പിന്നെ എന്താ വെച്ചാൽ കേരളത്തിന് ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവം, ലോകസഭ വരുമ്പോൾ എന്തിനു പറഞ്ഞു എമർജൻസിക്ക് ശേഷം എമർജൻസി കാലത്ത് നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷനിൽ, അതിന് ശേഷം നടന്ന ഇലക്ഷനിൽ 20 സീറ്റും ഇന്ദിരാഗാന്ധിയുടെ UDF കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്കത് കാൽക്കുലേഷനിൽ പോകാൻ പറ്റില്ല. ഇത് LDF-ൻ്റെ സിറ്റിംഗ് MLA-മാരാണ് അവിടെ. എല്ലാ 6 എല്ലാ MLA-മാരും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളതാണ്. ഞാനാണെങ്കിൽ കോഴിക്കോട് ടൗണിൻ്റെ നടുക്ക് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കണ്ണൂർ നിയോജക മണ്ഡലം. അവിടെ ഞാൻ പോയിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇതനുസരിച്ചിട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് ഷിഫ്റ്റ് ചെയ്യിക്കാതിരിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ അവർ ജയിക്കും. ഇവിടെ വലിയ കാര്യപ്പെട്ട വേറെ പ്രശ്നം കൂടെ വരുന്നുണ്ട്. ലീഗ് മുമ്പ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താൻ നോക്കിയിട്ട് വലിയ സമസ്യയുടെ എതിർപ്പ് നേരിട്ട സ്ഥലമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ലീഗ് പിന്നീട് നടത്തിയിട്ടുള്ള സമരങ്ങളിലൊക്കെ സ്ത്രീകളെ മുന്നിൽ നിർത്തിയതും പുറത്താക്കപ്പെട്ട ലീഗ് വനിതാ നേതാക്കന്മാരെ തിരിച്ചെടുത്തു വെക്കുക. അപ്പോൾ അങ്ങനെ സംബന്ധിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിലനിൽക്കുകയാണ്. പിന്നെ ഞാൻ രാഘവനെ കണ്ടപ്പോൾ ഞാൻ രാഘവേട്ടൻ എന്ന് വിളിക്കുന്നത്, കരീം കെ രാഘവേട്ടൻ തന്നെ അല്ലേ, കരീം ബായ്. ഓക്കെ, അപ്പോൾ മൂപ്പരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചല്ല CA സമരത്തിന് നിങ്ങളെ കാണുന്നില്ലോ. അപ്പോൾ മൂപ്പര് പറഞ്ഞു CA സമരത്തിനെതിരായിട്ടൊന്നും നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതൊക്കെ നെഗറ്റീവായി പോവുള്ളൂ എന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞങ്ങൾ നടത്താത്തതെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഈ നിലക്ക് ഒരു ബാറ്റിൽ ഗ്രൗണ്ട്, ഐഡിയോളജിക്കൽ ബാറ്റിൽ ഗ്രൗണ്ട് കൂടെയായി മാറിയിട്ടുണ്ട് കോഴിക്കോട്. കാരണം ഈ ടൗണിലാണല്ലോ ഇതൊക്കെ സമരങ്ങൾ നടത്തണം. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്നിട്ട് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം ഞാനിപ്പോൾ പറയാൻ തയ്യാറല്ല. നാളെ രാവിലെ നമുക്ക് കാണാം. അതെ, അത് ഒരു എന്താ പറയുക, സേഫായിട്ടുള്ളൊരു നിലപാടാണ്.